ഹലോ ഹായ്. ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വരാൻ കാരണം ഞാൻ ഒരു വെള്ളിമുങ്ങൻ്റെ വണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ വെള്ളിമുങ്ങ ഓട്ടോക്കാർ ഉപയോഗിക്കാൻ ആൾക്കാർക്ക് പുതിയ മോഡലിന് ഉപയോഗിക്കാൻ പേടിയുള്ള ആൾക്കാരുണ്ട്. കാരണം എടുത്താൽ പെട്ടുപോകുമോ, അല്ലെങ്കിൽ ആ വണ്ടി കംപ്ലൈൻ്റ് ആകുമോ, സെൻസർ കംപ്ലൈൻ്റ് ആകുമോ എന്നുള്ള ഭയമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. നിങ്ങൾ പഴയ വണ്ടിക്കാണ് ഡിമാൻഡ് എന്നൊക്കെ പറയുന്നത്, പുതിയ വണ്ടിക്കായിരിക്കും വേണ്ട, പുതിയത് ആരും എടുക്കാനില്ല എന്നൊക്കെ ഓരോരുത്തരെ പറയുന്നത് കേൾക്കാം. സെൻസർ കംപ്ലൈൻ്റ് ആണ് അതെ, അവരിലേക്കാണ് ഈ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറയുന്ന ആളിലേക്കാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് 2017 വണ്ടി സെൻസറാണ്. 2017 വണ്ടി ഇപ്പോൾ 6 കൊല്ലം കഴിഞ്ഞ്. ഞാൻ ഇപ്പോൾ ഓടിയത് ഇപ്പോൾ 2,12,000 കിലോമീറ്റർ ഓടി വണ്ടി. ഇന്ന് വരെ സെൻസർ സംബന്ധമായോ വേറെന്താ വിഷയമായിട്ട് ഒരു കംപ്ലൈൻറ്റും വണ്ടിക്ക് വന്നിട്ടില്ല. സാധാ വണ്ടിക്ക് വരുന്ന കംപ്ലൈൻറ്റുകളിൽ എല്ലാ വണ്ടിക്കും വരില്ല. അതുപോലത്തെ കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഡീസൽ ഫിൽറ്റർ മാറ്റണം, ഒരു കട്ട ഡീസൽ ഇട്ടെങ്കിൽ നമ്മൾ ഓടും. പക്ഷേ ഒരു കട്ട ഡീസലിനൊന്നും വണ്ടി ഓടല്ലോ. ഡീസൽ നമ്മളെ വണ്ടിയാണ്, ഡീസലൊക്കെ കറക്റ്റായിട്ട് ഇടിക്കുക. പിന്നെ എന്താ ഫിൽറ്ററുകൾ മാറ്റുക, ഒക്കെ കറക്റ്റ് നമ്മൾ ചെയ്യണമല്ലോ. അങ്ങനത്തെ സംഗതി അല്ലാണ്ടൊന്നും പുതുതായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. സെൻസർ സംബന്ധമായിട്ട് ഒരു പണിയും ഇന്ന് വരെ എടുത്തിട്ടില്ല. വണ്ടിയെല്ലാം ഉഷാറായിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു കുഴപ്പവും ഇന്ന് വരെ വന്നിട്ടില്ല. ഈ ചില ആൾക്കാർ പറയും സെൻസർ ഫുള്ള് കംപ്ലൈൻ്റ് ആണ്, എടുക്കേണ്ട, സെൻസറാണ് ബൈക്കിൽ കുടുങ്ങും. പക്ഷേ നമ്മൾ പല സ്ഥലത്തും നമ്മൾ പോയിട്ട് അന്നേരക്കും ബൈക്കിൽ നമ്മൾ കുടുങ്ങിയിട്ടില്ല. അതുകൊണ്ട് എടുക്കുന്നവർക്ക് ധൈര്യമായിട്ട് എടുക്കുക, ഒരു കംപ്ലൈൻറ്റും ഇല്ല. പിന്നെ ധൈര്യമായിട്ട് നമുക്ക് എടുത്ത് ഓടിക്കാൻ പറ്റിയ വണ്ടിയാണ് സെൻസർ വണ്ടി. നിങ്ങൾ തെറ്റിദ്ധാരണ മാറ്റിത്തരാനാണ് ഈ വീഡിയോ ആയിട്ട്. ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.